നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ബംഗളൂരു സ്വദേശി ഫൈസാനാണ് മരിച്ചത്. മാലിക് ദിനാർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ സംഘത്തിലെ ആളാണ് മരണപ്പെട്ടത്. പേമാരിയിൽ വിറച്ച് കാസർഗോഡ്. കാലവർഷത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കിടെ മാത്രം 8 വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. 2 ദിവസത്തിനിടെ മാത്രം 40 വീടുകൾ തകർന്നു. തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക കൃഷിനാശം. 17 ദിവസത്തിനുള്ളിൽ 2.5 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. നേന്ത്രവാഴ കർഷകരെയാണ് മഴ ഏറെ ബാധിച്ചത്. ചെറുവത്തൂർ കൈതക്കാട് കുളങ്ങാട്ട് മലയിൽ കണ്ടെത്തിയ വിള്ളൽ ഉരുൾപൊട്ടലിന് മുന്നോടിയായി കാണപ്പെടുന്നതാണെന്ന് വിലയിരുത്തൽ. പ്രദേശത്ത് 15ഓളം കുടുംബങ്ങളിൽ നിന്നായി 41 പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാലവർഷത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയ പുഞ്ചാവി സുനാമി കോളനിയിലെ കുടുംബങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. 44 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് ICDS പരപ്പ അഡീഷണൽ ബളാന്തോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരുതടി സോളാർ തൂക്കുവേലിയുടെ ഉദ്ഘാടനം നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ബംഗളൂരു സ്വദേശി ഫൈസാനാണ് മരിച്ചത്. മാലിക് ദിനാർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ സംഘത്തിലെ ആളാണ് മരണപ്പെട്ടത്. പേമാരിയിൽ വിറച്ച് കാസർഗോഡ്. കാലവർഷത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കിടെ മാത്രം 8 വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. 2 ദിവസത്തിനിടെ മാത്രം 40 വീടുകൾ തകർന്നു. തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക കൃഷിനാശം. 17 ദിവസത്തിനുള്ളിൽ 2.5 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. നേന്ത്രവാഴ കർഷകരെയാണ് മഴ ഏറെ ബാധിച്ചിരിക്കുന്നത്. കനത്ത മഴയിലും കാറ്റിലുമായി 17 ദിവസത്തിനുള്ളിൽ കാസർഗോഡ് ജില്ലയിലെ കാർഷിക മേഖലയിലുണ്ടായത് 2.5 കോടി രൂപയുടെ നാശനഷ്ടം. ഇതിലേറെയും നഷ്ടമുണ്ടായത് വാഴ കർഷകർക്കാണ്. 9 ഹെക്ടർ സ്ഥലത്തെ 5466 കൃഷിക്കാരുടെ 21,363 വാഴകൾ കാറ്റിൽ നിലംപൊത്തി. വാഴ കർഷകർക്ക് മാത്രം 1.5 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. 136 കർഷകരുടെ 2 ഹെക്ടർ സ്ഥലത്തെ കായ്ഫലമില്ലാത്ത 3511 തെങ്ങുകളിൽ നിന്നായി 14 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 527 നാളികേര കർഷകരുടെ 7 ഹെക്ടർ സ്ഥലത്തെ 1349 തെങ്ങുകളിൽ നിന്നായി 67.25 ലക്ഷം രൂപയുടെ നഷ്ടവും കർഷകരുടെ കായ്ഫലമില്ലാത്ത 11 തെങ്ങുകളിൽ നിന്നായി 33,000 രൂപയുടെ നഷ്ടവും തെങ്ങ് കൃഷിയിലുണ്ടായി. റബ്ബർ കൃഷി മേഖലയിൽ 32 കർഷകരുടെ 1 ഹെക്ടർ സ്ഥലത്ത് ടാപ്പിംഗ് നടക്കുന്ന 349 റബ്ബറുകളിൽ നിന്നായി 7 ലക്ഷത്തോളം രൂപയുടെ നഷ്ടവും കണക്കാക്കുന്നു. പച്ചക്കറി കർഷകർക്കും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ കൈതക്കാട് കുളങ്ങാട്ട് മലയിൽ കണ്ടെത്തിയ വിള്ളൽ ഉരുൾപൊട്ടലിന് മുന്നോടിയായി കാണപ്പെടുന്നതെന്ന് വിലയിരുത്തൽ. പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളിൽ നിന്നായി 41 പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചെറുവത്തൂർ കൈതക്കാട് കുളങ്ങാട്ടുമലയിൽ അമ്പലത്തിന് സമീപം വനഭൂമിയിൽ കഴിഞ്ഞ ദിവസമാണ് വിള്ളൽ കണ്ടെത്തിയത്. ഇത് ഉരുൾപൊട്ടലിന് മുന്നോടിയായി കാണപ്പെടുന്ന വിള്ളലുകളാണെന്ന് വിലയിരുത്തുന്നു. ആഴമേറിയ വിള്ളലുകളുടെ നീളം കൂടി വരുന്നതായും കണ്ടെത്തി. ഇതിന് സമീപത്തായി നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഏതാണ്ട് 50ലധികം മീറ്റർ നീളത്തിലും 1 മീറ്ററോളം വീതിയിലുമാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ശക്തമായി തുടരുന്ന മഴയിൽ മലയുടെ മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളം വലിയ ഈ വിള്ളലിലാണ് വന്നു പതിക്കുന്നത്. ഇത് വൻ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന് സംശയിക്കപ്പെടുന്നു. അപകടാവസ്ഥയിലായ കുളങ്ങാട്ട് മലയിൽ സമഗ്രമായ പഠനം നടത്തുന്നതിന് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ജിയോളജി വകുപ്പ് പരിശോധനയും ആരംഭിച്ചു. NDRFന്റെ സംഘവും കഴിഞ്ഞ ദിവസം സംഭവസ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തു നിന്നും 15ഓളം കുടുംബങ്ങളിലെ 41 പേരെ കടാങ്കോട്ട് ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മറ്റു കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കാണ് താമസം മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാലവർഷത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയ പുഞ്ചാവി സുനാമി കോളനിയിലെ കുടുംബങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. 44 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്.
ഗവൺമെന്റ് LP സ്കൂൾ പുഞ്ചാവിയിൽ സുനാമി കോളനിയിലെ 44 കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥലം സന്ദർശിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ V. ഗോപി, വാർഡ് കൌൺസിലർ ബാബു, MP ജാഫർ, KP ബാലകൃഷ്ണൻ, M. കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി ഗ്രാമപഞ്ചായത്ത് ICDS പരപ്പ അഡീഷണൽ ബളാന്തോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്തിലെ പളാന്തോട് പണി പൂർത്തിയാക്കിയ പരപ്പ അഡീഷണൽ ICDSന്റെ കീഴിലുള്ള 109 നമ്പർ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ വകുപ്പ് ഇതിനുവേണ്ടി നടത്തുന്ന പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ വളരുന്ന പുതിയ തലമുറ ചെറിയ കുഞ്ഞു മക്കളെ നേർവഴിക്ക് നയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവർക്കുള്ള പോഷകാഹാര കുറവ് പരിഹരിക്കാനുള്ള നടപടികളും അമ്മമാരുൾപ്പെടെയുള്ളവർക്ക് നൽകുന്ന സംരക്ഷണവും എല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വലിയ ഗുണമുണ്ട്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ വികസനത്തിന് തുടക്കം കുറിക്കുന്ന ബളാന്തോട് സ്മാർട്ട് അംഗൻവാടി, കാസർഗോഡ് പാക്കേജ് ICDS, പനത്തടി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രാകേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ഉപഹാര സമർപ്പണം നടത്തി. ഷംസീർ ഉപഹാരം ഏറ്റുവാങ്ങി. കുഞ്ഞിരാമൻ കാപ്പിത്തോട്ടം അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകി. ചന്ദ്രൻ V, ഷീബ L, ലത അരവിന്ദൻ, രാധാകൃഷ്ണ ഗൌഡ, സുപ്രിയ ശിവദാസ്, VP ഹരിദാസ്, സച്ചിനി മോൾ, മഞ്ജുഷ, പ്രീതി മനോജ്, സൗമ്യ മോൾ, ബിജു CR, രാധാ സുകുമാരൻ, N. വിൻസെന്റ്, KK വേണുഗോപാൽ, രഘുനാഥ് P, മാത്യൂസ് സെബാസ്റ്റ്യൻ, പ്രതാപചന്ദ്രൻ, MB ഇബ്രാഹിം, മൈക്കിൾ M. പൂവത്താനി, രാമചന്ദ്രൻ പുല്ലടുക്കം, ജോർജ് വർഗീസ്, KK അശോകൻ, M. കുഞ്ഞികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. KJ ജെയിംസ് സ്വാഗതവും ലത V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരുതടി സോളാർ തൂക്കുവേലിയുടെ ഉദ്ഘാടനം നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരുതടി വന്യമൃഗശല്യം രൂക്ഷമായി നേരിടുന്ന എണ്ണ പ്ലാന്റേഷൻ മുതൽ പുളിങ്കൊച്ചി വരെയുള്ള തൂക്കുവേലിയുടെ ഉദ്ഘാടനം നടന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2 വർഷം മുമ്പ് പാണത്തൂരിലെ മുമ്പിലെത്തിയ ആന അന്ന് സർവ്വത നശിപ്പിച്ച് പോയതിൻ്റെ നേരിട്ട് ആ കാര്യം കാണുന്നതിന് മുൻപ് എത്തിയ ഒരു സംഭവം. കൃഷിക്കാരെ എങ്ങനെയാണ് ഇതിൻ്റെ സഹിക്കാന്നുള്ളത് അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ വീട് അന്ന് പടിഞ്ഞാറ് ഭാഗത്താണ്. കടൽ കയറിയാലും ആനയൊന്നും ചാനവെല്ലാവരും ഇപ്പം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പന്നി വന്നുകൊണ്ടിരിക്കുകയാണ്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. PM കുര്യാക്കോസ്, പത്മകുമാരി, ലത അരവിന്ദ്, സുപ്രിയ ശിവദാസ്, രാധാ സുകുമാരൻ, പ്രീതി KS, വിൻസെന്റ്, KJ ജെയിംസ്, KK വേണുഗോപാൽ, സുകുമാരൻ, സനിൽകുമാർ, R. ബാബു തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ചടങ്ങിൽ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K. അഷ്റഫ് സ്വാഗതവും രാഹുൽ K. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടുമ്പാളൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക മഹോത്സവവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു.
ചക്ക കൊണ്ടുള്ള വിവിധങ്ങളായ വിഭവങ്ങൾ ഒരുക്കി ചക്ക മഹോത്സവവും വിവിധ മേഖലകളിൽ വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചും കോടോം വേളൂർ ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ആസ്പിരേഷണൽ ബ്ലോക്കിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ പൊതുഭരണത്തിൽ 1ാം സ്ഥാനം നേടിയ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എം ലക്ഷ്മി, SSLC +2 പരീക്ഷകളിൽ വാർഡിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി വിജയിച്ചവർ, അംഗൻവാടി വർക്കർമാരായി ജോലി ലഭിച്ച വാർഡിലെ വി രേഷ്മ, സ്മിത ലാലൂർ, ഹെൽപ്പറായി നിയമനം ലഭിച്ച കനക മുതിരക്കാൽ, മാലിന്യമുക്ത ക്യാമ്പയിന് മികച്ച നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ OV സുമിത്രൻ, നികുതി പിരിവിൽ 100% കൈവരിക്കാൻ നേതൃത്വം നൽകിയ വാർഡ് ചുമതലയുള്ള പഞ്ചായത്ത് ജീവനക്കാരി സൗമ്യ എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡ് ഒരു വ്യത്യസ്തമായ വാർഡിൻ്റെ പ്രവർത്തനമാണ് നടത്തുന്നത്. വാർഡ് കമ്മിറ്റിയും അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നമ്മുടെ വാർഡ് മെമ്പറുടെ സഹായത്തോടുകൂടി വാർഡ് കമ്മിറ്റിയുടെ അംഗങ്ങളടക്കം വ്യത്യസ്തമായ പരിപാടികളാണ് നടത്തുന്നത്. ഇപ്പം ഞാൻ നേരത്തെ സ്വാഗതം പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, പാറപ്പള്ളി എന്ന് പറയുമ്പോൾ വെറും പാറയായിരുന്നു. പക്ഷെ ഞങ്ങളാണ് ഇവരാദ്യം കാലുകുത്തിയത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്താണ് ആദ്യം ചിൽഡ്രൻസ് പാർക്ക് എന്ന രീതിയിൽ, നമ്മുടെ ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ രജനിയുടെ പ്രൊപ്പോസലിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് സ്ഥലങ്ങൾ നോക്കി. ആദ്യം ഒന്നും ഉണ്ടായില്ല, പാറ ഇത് ഒരു സ്ഥാപനം, അതപ്പുറത്ത് ഒരു സ്ഥാപനം മാത്രമേ ഉണ്ടായിട്ട്. അതിനുശേഷമാണ് ഇതിങ്ങനെ പാറപ്പള്ളി എന്ന് പറയാൻ ഇനി ആവില്ല, ഇതൊരു നല്ലൊരു പാർക്ക്. ചിലപ്പോൾ ബേക്കൽ കോട്ടയിലോ പിന്നീടെങ്കിലും നമുക്ക് പോകുമ്പോൾ ബേക്കൽ ബീച്ചിൽ പോകുന്നതിന് പകരം നമുക്ക് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഈ സൗന്ദര്യവൽക്കരണം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, പ്രശസ്ത നാട്ടുപായമ കലാകാരൻ സന്തോഷ് തായന്നൂർ, OV സുമിത്രൻ, P അപ്പക്കുഞ്ഞി, സ്മിത ലാലൂർ, സൂരജ് AV, TK കലാരഞ്ജിനി എന്നിവർ സംസാരിച്ചു. ചക്ക മഹോത്സവത്തിൽ വിവിധങ്ങളായ വിഭവങ്ങൾ ഒരുക്കി 1ാം സ്ഥാനം കാരുണ്യ കുടുംബശ്രീ മുതിരക്കാൽ കരസ്ഥമാക്കി. 2ാം സ്ഥാനം നവജ്വാല കുടുംബശ്രീ ആനക്കല്ലും 3ാം സ്ഥാനം സൗഭാഗ്യ കുടുംബശ്രീ ആനക്കല്ലും കരസ്ഥമാക്കി. ലയ കുടുംബശ്രീ കാട്ടിപ്പാറയ്ക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. വാർഡ് കൺവീനർ P ജയകുമാർ സ്വാഗതവും വന്ദന TP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒടയഞ്ചാൽ. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടന്നു. പരിപാടിയുടെ ഭാഗമായി പുതുതായി പ്രവേശനം നേടിയ +1 വിദ്യാർത്ഥികളെ ആനയിച്ചുകൊണ്ട് സ്കൂൾ കവാടത്തിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. പത്താം ക്ലാസ് വരെ എല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉള്ള വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നിങ്ങളെല്ലാവരും ലക്ഷ്യം മനസ്സിൽ തീരുമാനിച്ച് വന്ന ആളുകളെ, അല്ലാതെ വന്ന ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പഴയ പോലെയൊന്നുമല്ല. ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാവിയിൽ എന്താവണമെന്ന് മനസ്സിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ. PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ MG, വാർഡ് മെമ്പർ P മിനി, വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ M, ചിത്താരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ, SMC ചെയർമാൻ പവിത്രൻ AV, ശ്രീരേഖ, ധന്യ അരവിന്ദൻ, രാധ M, ജനാർദ്ദനൻ, പ്രേമ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. പ്രവേശനോത്സവ ഭാഗമായി 2015-17 +2 ബാച്ച് മധുരപലഹാര വിതരണവും നടത്തി. പ്രിൻസിപ്പൽ പ്രിയ VK സ്വാഗതവും ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പാവന S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് നഗരസഭയിലെ ശുചിത്വ ഹരിതകർമ്മസേന ജീവനക്കാർക്ക് പ്രതിരോധ ഗുളികകളും ശുചിത്വ ഉപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ശുചിത്വ ഹരിതകർമ്മസേന ജീവനക്കാർക്ക് എലിപ്പനി പോലുള്ള രോഗങ്ങൾക്കെതിരായ പ്രതിരോധ ഗുളികകളും ശുചിത്വ ഉപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ ഒരു മഴക്കാലത്തിന് മുൻപേ തന്നെ ശരിക്കും ഈ മരുന്ന് വിതരണം ചെയ്യേണ്ടതായിരുന്നു. കാരണം മഴക്കാലത്ത് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്തവണത്തെ മഴ വളരെ പെട്ടെന്ന് വന്നു. ആ പെട്ടെന്ന് വന്നതോടുകൂടിയിട്ട് തന്നെ എല്ലായിടത്തും വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. എന്നാൽ പോലും എല്ലായ്പ്പോഴും മാലിന്യം കൈകാര്യം ചെയ്യുന്നവർ, മലിനജലത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നവർ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഈ ഡോക്സിസൈക്ലിൻ ഗുളിക വിതരണം ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ മാത്രമല്ല, എല്ലാ ഇടത്തുമുള്ള ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം വെള്ളത്തിൽ ഇപ്പം എല്ലായിടത്തും ചെളിവെള്ളം തന്നെയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സരസ്വതി അധ്യക്ഷത വഹിച്ചു. HS ഷൈൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് കൗൺസിലർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ വടക്ക് ഭാഗത്ത് തിങ്കളാഴ്ച രാത്രി കുന്നിടിഞ്ഞ് വീടുകൾക്ക് സമീപം വീണു. കൂറ്റൻ പാറകൾ വീണതിന്റെ ഞെട്ടലിലാണ് പയ്യങ്കി ജവാൻ നഗറിലെ നിരവധി കുടുംബങ്ങൾ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിയ പയ്യങ്കി ജവാൻ നഗറിലെ കുടുംബങ്ങൾ വലിയ ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ചയിലെ ഭീതിയിൽ നിന്ന് ഇവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. പയ്യങ്കി ജവാൻ നഗറിലെ കൗട്ടൻ കമലാക്ഷിയുടെ വീടിന് അടുക്കള ഭാഗത്ത് വലിയ പാറ പിളർന്ന് വീഴുകയായിരുന്നു. NG സുലൈമാന്റെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കൂറ്റൻ പാറ വീണത്. കമലാക്ഷി വീട്ടിൽ തനിച്ചായിരുന്നു. സുലൈമാന്റെ കുടുംബാംഗങ്ങളെല്ലാം വീട്ടിനകത്തുണ്ടായിരുന്നു. ഏതു നിമിഷവും കുന്നിടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. ജില്ലാ കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും ജവാൻ നഗറിലെത്തി. വലിയൊരു ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ. 9 മണിക്കാണ് സംഭവം ഉണ്ടായത്. ചെറുങ്ങനെ ശബ്ദം കിട്ടി ഞാൻ ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരു കല്ല് വീണ് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വളപ്പിലൊരു കല്ല് വീണു. ഭയങ്കര പേടിച്ചോടുകൂടി ഞാൻ എണീച്ചോടി. വീട്ടിൻ്റെ അടുത്ത് ഒരു കല്ല് വീണ്, അത് ഭയങ്കരമായ കല്ല്. അതും വിളിച്ചപ്പോൾ പാത്ത് ഓൾറെഡി ഉണ്ടായിട്ടാണ് ഉളുമ്മാൻ്റെ വരക്ക ഉണ്ടായത്. അതും പേടിച്ചിട്ട് ഓടി ഞാൻ. AG സുലൈമാന്റെ കുടുംബാംഗങ്ങളും കമലാക്ഷിയും തൊട്ടടുത്ത വീടുകളിലെ K രതീഷ്, VK അസൂറാബി എന്നിവരും മാറി താമസിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് റീജിയണൽ ബിസിനസ് ഓഫീസ് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് റീജിയണൽ ബിസിനസ് ഓഫീസ് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിത ഷിബു റോബോട്ട് നേതൃത്വം നൽകി. SBയുടെ 70ാമത്തെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ സഹകരിച്ചാണ് ഈ ക്യാമ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പിൽ 40ഓളം മുതൽ 50ഓളം ബാങ്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് രാജ്യത്തെമ്പാടും നടത്തി വരുന്നുണ്ട്. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ സ്ലോഗൻ തന്നെ ജീവൻ്റെ വരം പങ്കിടൂ എന്നുള്ളത് ഇത് മുൻനിർത്തിയാണ്. രക്തദാനം എല്ലാ ജനങ്ങളുടെയും അതിൻ്റെ പ്രാധാന്യം എത്തിക്കുക, രക്തദാനത്തിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ബാങ്കിൻ്റെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മുടെ ക്യാമ്പുമായിട്ട് സഹകരിച്ചത് ജില്ലാ ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാടിലെ ബ്ലഡ് ബാങ്കും അവിടുത്തെ ഡോക്ടേഴ്സും ജീവനക്കാരുമാണ്. SBI റീജിയണൽ മാനേജർ രാകേഷ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടിയെപ്പറ്റിയും രക്തദാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും വിശദീകരിച്ച് സംസാരിച്ചു. ബ്ലഡ് ബാങ്ക് കൗൺസിലർ അരുൺ ബേബി സ്വാഗതവും SBI മാനവശേഷി വിഭാഗം മാനേജർ ആരിഷ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാൽപന്തു കളിയിലെ മിന്നും താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത റഫറിയുമായിരുന്ന വലിയ പറമ്പിലെ TK അനിൽകുമാറിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി വേറിട്ട കാരുണ്യയാത്ര നടത്തി ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ട് ഉടമകൾ. ഒരു കാലത്ത് വിവിധ സ്ഥലങ്ങളിലെ കളിക്കളങ്ങളിൽ കാൽപന്തു കളി മത്സരങ്ങളിൽ മിന്നൽ പിണറായി വലിയ പറമ്പിൽ നിന്നുമെത്തിയ TK അനിൽകുമാർ
കളി ആസ്വാദകർക്ക് ആവേശമായിരുന്നു. അതോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി ചികിത്സയ്ക്ക് പണം കണ്ടെത്തി നൽകുന്നതുപോലെ ആദ്യമായി ഹൗസ് ബോട്ട് കായലിലിറക്കി കാരുണ്യയാത്ര നടത്തിയാണ് ബോട്ടുടമകൾ അർബുദബാധിതനായ അനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി തുക സ്വരൂപിച്ചത്. വലിയപറമ്പ് KGM ക്ലബിന്റെ സജീവ പ്രവർത്തകനായ അനിൽകുമാർ 5 വർഷമായി ചികിത്സയിലാണ്. 51കാരനായ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു മാസം 1.5 ലക്ഷം രൂപയുടെ മരുന്നുകൾ കഴിച്ചാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. നമ്മുടെ മുമ്പിലേക്ക് വന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച, അനിൽകുമാർ എന്ന ഒരു പഴയ സ്പോർട്സ് താരവും അദ്ദേഹത്തിൻ്റെ മകൻ വീൽ ചെയറിലിരുന്ന് 24 വർഷം തള്ളി നീക്കിയ ഒരു മകനും നമ്മുടെ മുമ്പിൽ വളരെ വലിയൊരു ചിത്രമായി അവശേഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന പല പ്രവർത്തനങ്ങളുണ്ട്. ബസ്സിൻ്റെ കാരുണ്യയാത്ര, ഓട്ടോ, അതുപോലെ മറ്റ് പല ചലഞ്ചുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഹൗസ് ബോട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കാരുണ്യയാത്ര നടത്താൻ മുന്നോട്ട് വരുന്നത്. ഹാപ്പി ക്രൂയിസ് എന്ന ഈ ഒരു മാനേജ്മെൻറ്റ് ടീമിന് എല്ലാവിധ നന്മയും അതിൽ നിന്ന് അറിയിക്കുകയാണ്. വളരെ വലിയ സമൂഹത്തിന് വലിയൊരു മാതൃകാപരമായ ഒരു സൂചന നൽകിക്കൊണ്ട് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന നമ്മുടെ ഒരു പ്രവർത്തനത്തിന് ഭാഗവാക്കാകാൻ മുന്നിട്ടിറങ്ങിയ ഹാപ്പി ക്രൂയിസിന് എല്ലാ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നതിന് സഹായം സ്വരൂപിക്കാൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. വലിയ പറമ്പിലെ കുമാരന്റെയും TK മാധവിയുടെയും മകനാണ് അനിൽകുമാർ. PV സുനിതയാണ് ഭാര്യ. ജന്മന അസുഖബാധിതനായ ഏകമകൻ അഭിജിത്ത് 21 വർഷമായി വീൽചെയറിലാണ് ജീവിതം നീക്കുന്നത്. ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ട് നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യയാത്രയിൽ സമാഹരിച്ച തുക ഭാരവാഹികൾ അനിൽകുമാർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ബോട്ടിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കൈമാറി. ചടങ്ങിൽ M സജീഷ് അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സമിതി കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ, NP തമ്പാൻ, K പാലൻ, PP അശോകൻ, KV ഹരിദാസ്, C രാജു, C കുമാരൻ, KM രാജേഷ് കുമാർ, PP സോമൻ, KV സജിത്ത്, M പ്രലീപ്, A ബിജു, M രാമചന്ദ്രൻ, TP ഉഷ, KV ബാബുരാജൻ, ഉദിനൂർ സുകുമാരൻ, സുധീരൻ മയ്യിച്ച എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 41 സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന പയ്യന്നൂർ റീജിയണൽ തല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം നടന്നു. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. 4 വിഭാഗങ്ങളിലായി വെബ് ഡെവലപ്പർ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, FTCP ഗ്രാഫിക് ഡിസൈനർ, ഫ്ലോറികൾച്ചറിസ്റ്റ്, ഇന്റീരിയർ ലാൻഡ്സ്കേപ്പർ, മൈക്രോ ഇറിഗേഷൻ, മാസ്റ്റർ ഗാർഡനർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമ ലാബ്, ഡയറ്റിക് എയ്ഡോ, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്, ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, ഫാഷൻ ഡിസൈനിങ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേഷൻ തുടങ്ങി 34 ഇനങ്ങളിലുള്ള കോഴ്സുകളാണ് പയ്യന്നൂർ റീജിയണിന് കീഴിൽ പഠിപ്പിക്കുന്നത്. കോഴ്സ് പൂർത്തിയായി പുറത്തിറങ്ങുന്നവർക്ക് അന്തർദേശീയ അംഗീകാരമുള്ള NSQF സർട്ടിഫിക്കറ്റ് കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വോയേജ് 2025 പ്രവേശനോത്സവം VHSC പയ്യന്നൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടർ ER ഉദയകുമാരി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ വർഷം മാർച്ചിൽ ഒരു പൊതുപരീക്ഷ കഴിഞ്ഞാൽ അടുത്ത മാർച്ചിൽ പൊതുപരീക്ഷ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സ്കൂൾ ലെവലിൽ നടത്തുന്ന പരീക്ഷകളാണ് ഉള്ളത്. ഫസ്റ്റ് ഇയറും പബ്ലിക് എക്സാമാണ്, സെക്കൻഡ് ഇയറും പബ്ലിക് എക്സാമാണ്. ഫസ്റ്റ് ഇയറിൽ വരുന്ന മക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന മക്കളാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള വിദ്യാഭ്യാസ ഘട്ടകാലം കഴിഞ്ഞു. ഇനി വരുന്നത് ഹയർ സെക്കൻഡറി വിഭാഗമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച രീതിയിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, മതിയോ? ഓരോ ക്ലാസ് ഉയരുമ്പോഴും നമ്മുടെ സിലബസ് കൂടും. അതനുസരിച്ചിട്ട് എന്ത് വേണം? നമ്മുടെ സമയം കൂടുന്നോ? ഇല്ല. എല്ലാവർക്കും ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. സ്കൂൾ പ്രിൻസിപ്പാൾ KV ഗോപിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KP അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. NSS കോർഡിനേറ്റർ ബിജു പ്രമോദ്, K ഇന്ദിര എന്നിവർ മൊഡ്യൂൾ അവതരണം നടത്തി. പഞ്ചായത്ത് അംഗം VP സുനീറ, PP അബ്ദുള്ള മാസ്റ്റർ, B വിനോദ് കുമാർ, PP ദാവൂദ്, TP റഹീന, PP ഷീന എന്നിവർ സംസാരിച്ചു. ഉർമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയിൽ മഞ്ചേശ്വരത്ത് കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. മിയപ്പദവ് സ്കൂളിന്റെ കർഷകനായ ബാബുവിന്റെ വീടിനടുത്താണ് കുന്നിടിഞ്ഞു വീണത്. വീട് ഏതു നിമിഷവും തകർന്നു വീഴാറായ നിലയിലായതിനാൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. മഞ്ചേശ്വരം മീഞ്ച പഞ്ചായത്തിലെ മിയാപദവു വിദ്യാവർദ്ധക ഹൈസ്കൂളിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന കർഷകനായ ബാബുവിന്റെ വീടിനടുത്താണ് കുന്ന് ഇടിഞ്ഞു വീണത്. വീട് ഏത് നിമിഷവും തകർന്നു വീഴാറായ നിലയിലാണ്. വീടിന് ചുറ്റുമുള്ള കൽഭിത്തിയും പൂർണ്ണമായും തകർന്ന് വീടിന്റെ അടിത്തറ വരെ എത്തിയതിനാൽ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. തോട്ടത്തിലെ കിണർ, മോട്ടോർ പമ്പ്, തെങ്ങ്, റബ്ബർ വിളകൾ എന്നിവ പൂർണ്ണമായും നശിച്ചു. നിരവധി വൈദ്യുതി തൂണുകൾക്കും മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടി, വൈസ് പ്രസിഡന്റ് ജയറാം ബല്ലാങ്കുടൽ, അസിസ്റ്റന്റ് സെക്രട്ടറി നാരായണ, വാർഡംഗം കുസുമ മോഹൻ, വില്ലേജ് കൃഷി ഓഫീസർമാർ, വിവിധ വാർഡംഗങ്ങൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. +1 വിദ്യാർത്ഥികൾക്ക് മികച്ച വരവേൽപ്പ് നൽകി GHS പാക്കം സ്കൂൾ. 2025-26 അക്കാദമിക വർഷത്തിലെ +1 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രവേശനോത്സവം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. GHS പാക്കം സ്കൂളിൽ 2025-26 അക്കാദമിക വർഷത്തിലെ +1 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രവേശനോത്സവം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് P ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ചു. മലയാളം അധ്യാപകൻ രഘുവാസ് AV രക്ഷിതാക്കൾക്കുള്ള താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ KV, വാർഡ് മെമ്പർ രാധിക TV, SMC ചെയർമാൻ T കുമാരൻ, PTA എക്സിക്യൂട്ടീവ് അംഗം സുനിൽ കുമാർ, ഷിനോജ്, മദർ PTA അംഗം പ്രസീന C, സീനിയർ അസിസ്റ്റന്റ് പ്രിയേഷ് കുമാർ K എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സനിൽകുമാർ TV സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രീതി V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർജാൽ മൈപ്പറ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLA ADS ഫണ്ടിൽ നിന്നും 22 ലക്ഷവും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 5 ലക്ഷവും ചിലവിട്ട് നിർമ്മിച്ച മൊഗ്രാൽ പുത്തൂർ അർജാൽ മൈൽപ്പാറ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, വാർഡ് മെമ്പർ ധർമ്മപാലൻ, അൻവർ ചേരങ്കൈ, സിദ്ദിഖ് ബേക്കൽ, കരീം ചൌക്കി, ജിലാനി കല്ലങ്കൈ, ജലീൽ KK പുറം, വേലായുധൻ, നാരായണൻ നായർ, മൂസ ബാസിത്ത്, ബഷീർ മൂപ്പ, ഷുക്കൂർ മുക്രി, നസീർ കല്ലങ്കൈ, സിറാജ് പോസ്റ്റ്, ഗഫൂർ ഹാജി, ഷഹീർ കാവിൽ, സുലൈമാൻ മൈൽപ്പാറ, സമദ് മാളിക, മൊയ്തു കല്ലങ്കൈ, സുലൈമാൻ അർജാൽ, സത്താർ അർജാൽ, റഹീം മൈൽപ്പാറ, സുലൈമാൻ മെട്രോ, മുസ്തഫ, മെഹ്മൂദ്, നൌഫൽ, ഇസ്മായിൽ, നാസർ അർജാൽ, നവാസ് തോട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 30 വർഷത്തെ പാരമ്പര്യവുമായി കാഞ്ഞങ്ങാടിന് സ്വർണ്ണ വിസ്മയം തീർത്ത് ദി ഗ്രാൻഡ് മീനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മെയിൻ റോഡിലാണ് ഷോറൂം. ചരിത്രശേഷിപ്പുകൾ കൊണ്ടും വ്യവസായ മേഖലയിലെ പ്രാമുഖ്യം കൊണ്ടും പ്രൗഢ പാരമ്പര്യമുള്ള കാഞ്ഞങ്ങാടിന് സ്വർണ്ണാഭരണ രംഗത്തെ പുത്തൻ ട്രെൻഡുകളും ഡിസൈനുകളും കളക്ഷനുമായി ഒരു പുതിയ ഷോപ്പിംഗ് വിസ്മയം തീർക്കാൻ ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് രംഗത്തെ പ്രമുഖരായ ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ ഹമീദ് N, മാനേജിംഗ് ഡയറക്ടർ ജമീഷ് മഷാദ്, ഡയറക്ടർമാരായ മുഹമ്മദ് അലി, അഹമ്മദ് ഹാജി എന്നിവരും ഒപ്പം ദ ഗ്രാൻഡ് ഗോൾഡ് ചെയർമാൻ ഷുക്കൂർ കിനാലൂർ, മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കരീം പഴേരിയിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാന്ത് തോമസ് കൂടാതെ ദ ഗ്രാൻഡ് ഗോൾഡിന്റെ മറ്റ് ഡയറക്ടർമാരും കൂടി ചേർന്നാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗോൾഡ് ആദ്യ വിൽപ്പന ജയ് മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ അമനത്തിന് നൽകിക്കൊണ്ട് ചെയർമാൻ ഷുക്കൂർ കിനാലൂരും ഡയമണ്ട് ആദ്യ വിൽപ്പന ഫഹീജ ജഷീറിന് നൽകിക്കൊണ്ട് ഡയറക്ടർ അഹമ്മദ് ഹാജിയും നിർവഹിച്ചു. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായി കാഞ്ഞങ്ങാട്ടുകാർ ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് ഈ മിനാർ ഗോൾഡ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. കാഞ്ഞങ്ങാടിൻ്റെ മാറ്റത്തിനൊപ്പം പുതിയ രൂപത്തിൽ ദ മിനാർ ഗോൾഡ് എന്ന സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30ഓളം വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ രീതിയിൽ നടന്നു വന്ന സ്ഥാപനം ഇന്ന് നിങ്ങളെല്ലാവരെയും സഹകരണവും എല്ലാം കൊണ്ട് ഈ രീതിയിലായിരിക്കുകയാണ്. ജനറൽ മാനേജർ ബിനീഷ് P തുടങ്ങി മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് മെയിൻ റോഡിലാണ് ഷോറൂം.
ഉദ്ഘാടന ദിവസം മുതൽ 30-ാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പണിക്കൂലിയിൽ 70% സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന വിസിറ്റ് ആൻഡ് വിൻ ഓഫറിന്റെ ഭാഗമായി 10 ഭാഗ്യശാലികൾക്ക് 10,000 രൂപ വീതം 1 ലക്ഷം രൂപ സമ്മാനവും കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂർ വീതം ഇടവിട്ട് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകി. ഗോൾഡ്, ഡയമണ്ട്സ് എന്നിവയുടെ ഏത് സാധാരണക്കാർക്കും വാങ്ങാനാകുന്ന വിധത്തിലുള്ള ലക്ഷറി ഐറ്റംസുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഷോറൂമാണ് ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വൈവിധ്യമാർന്ന കാലത്തിനൊത്ത പ്രീമിയം ജ്വല്ലറി മോഡലുകൾ, മനസ്സിനിണങ്ങുന്ന സ്പെഷ്യൽ ഡിസൈനർ ആഭരണങ്ങൾ തുടങ്ങി ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവമായിരിക്കും ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാഞ്ഞങ്ങാടിന് സമ്മാനിക്കുക. വടകര, താമരശ്ശേരി, പട്ടാമ്പി, മാനന്തവാടി, എടവണ്ണപ്പാറ, പനമരം, ചക്കരക്കൽ, താനൂർ, ബാലുശ്ശേരി, മുക്കം, തൊടുപുഴ, മണ്ണാർക്കാട്, ഈരാറ്റുപേട്ട, കാഞ്ഞങ്ങാട്, അട്ടപ്പാടി എന്നിങ്ങനെ തുടങ്ങി 25ഓളം സ്ഥലങ്ങളിലായാണ് ദ ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പ് അസോസിയേറ്റ് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. ബംഗളൂരു സ്വദേശി ഫൈസാനാണ് മരിച്ചത്. മാലിക് ദിനാർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ സംഘത്തിലെ ആളാണ് മരണപ്പെട്ടത്. പേമാരിയിൽ വിറച്ച് കാസർഗോഡ്. കാലവർഷത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കിടെ മാത്രം 8 വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. 2 ദിവസത്തിനിടെ മാത്രം 40 വീടുകൾ തകർന്നു. തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക കൃഷിനാശം. 17 ദിവസത്തിനുള്ളിൽ 2.5 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. നേന്ത്രവാഴ കർഷകരെയാണ് മഴ ഏറെ ബാധിച്ചത്. ചെറുവത്തൂർ കൈതക്കാട് കുളങ്ങാട്ട് മലയിൽ കണ്ടെത്തിയ വിള്ളൽ ഉരുൾപൊട്ടലിന് മുന്നോടിയായി കാണപ്പെടുന്നതാണെന്ന് വിലയിരുത്തൽ. പ്രദേശത്ത് 15ഓളം കുടുംബങ്ങളിൽ നിന്നായി 41 പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാലവർഷത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയ പുഞ്ചാവി സുനാമി കോളനിയിലെ കുടുംബങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. 44 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് ICDS പരപ്പ അഡീഷണൽ ബളാന്തോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരുതടി സോളാർ തൂക്കുവേലിയുടെ ഉദ്ഘാടനം നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.